ഇതിപ്പോൾ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ പുതിയ അപ്ഡേറ്റാണ്. ഇത് കണ്ടത് നമ്മുടെ നാട്ടിലുള്ള വെള്ളക്കാന്താരിയാണ്. പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ചെറിയുള്ളിയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ചെറിയുള്ളിയാണ്. നന്നായി വരുന്നുണ്ട്. ഇത് വലിയ ഉള്ളിയാണ്, അതും ചെറിയുള്ളി. പിന്നെ അത് ഇപ്പോൾ കുറച്ച് പുതിയ ചെടികളൊക്കെ ട്രെയിൽ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോവയ്ക്കയുടെ ഇതാണ് പന്തൽ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. നല്ല കോവയ്ക്കുണ്ട്, കുറേ കോവയ്ക്കുണ്ട്. നല്ല ഇതാ കോവയ്ക്ക. ഇതിൽ ഇപ്രാവശ്യമുള്ള കോവയ്ക്കൊക്കെ നല്ല നീളമുള്ള കോവയ്ക്കാണ്. ഇതണ്ട, നല്ല വലിപ്പം വെച്ചിട്ടുള്ള കോവയ്ക്കാണ്. ഇതിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആക്കണം. പിന്നെ ഇതാ നമ്മുടെ വാഴക്കൊല നല്ല വലുപ്പമായി. സംഭവം നേന്ത്രക്കൊലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കപ്പ, 2 കപ്പ മൂടേ ഉള്ളൂ. ഈ മൂട് നല്ല വലുപ്പമായിട്ടുണ്ട്. ഇത് ചതുരപ്പയറാണ്, അത്ര സെറ്റപ്പായി വരുന്നില്ല അത്. ഇത് കണ്ടല്ലേ കോവയ്ക്ക. ഇതിന് കുറച്ച് അമരയ്ക്ക, ഇത് കുറച്ച് മല്ലിയുണ്ട്. ഇതാ പിന്നെ നമ്മുടെ പഴയ പാലക്ക്. ഇത് നമ്മുടെ നാട്ടിലത്തെ ചീരയാണ്, നാടൻ ചീര. ഇവിടെയും കുറച്ച് സംഭവങ്ങൾ ഉണ്ട്. ഒരു ഹെലികോപ്റ്റർ പോകുന്നു. ഇതും കുറച്ച് ചീരയാണ്. ഇതൊരു വലിയ കപ്പ മൂടുണ്ട്, വലുതായി വരുന്നു. പിന്നെ ഇത് വെണ്ടയ്ക്കയാണ്. ഇതാ നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള സെറ്റപ്പാണത്. കുറച്ച് വലുപ്പം വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പപ്പായ ചെടി. പപ്പായ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടും കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് വഴുതന. ഇത് തായ് ബേസിൽ. ഇത് നാട്ടിലത്തെ ചെറുകിഴങ്ങ് അല്ലെങ്കിൽ നനകിഴങ്ങ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് പിന്നെ കാവത്ത്. നാട്ടിലത്തെ സകല സംഭവങ്ങളും കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നുണ്ട്. പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇത് കണ്ടില്ലേ വാഴക്കൊല. ഇതാ ഇത് കണ്ട, ഇഗ്വാന വരാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. ഇതിനകത്ത് കുറച്ച് ചൊരയ്ക്ക, അതുപോലെ ഇതിനകത്ത് പീച്ചിലൊക്കെയാണുള്ളത്. അതിലും അതുപോലെ തന്നെ പീച്ചിലും നമ്മുടെ മസ്ക് മലനും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇഗ്വാന വരാതിരിക്കാനുള്ള സെറ്റപ്പാണ്. കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഗാർഡൻ. പിന്നെ ഇത് കൂർക്കയാണ്, അത് ഉള്ളി. പിന്നെ ഇവിടെ കുറച്ചും കൂടെ ഗ്രോ ബാഗ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, പിന്നെയും കൂർക്ക വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കെയിൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, കെയിൽ ചീരയുടെ ടൈപ്പ് തന്നെ വരുന്നുണ്ട്. സത്യം പറഞ്ഞത് കുറച്ചും കൂടെ സെറ്റപ്പ് ആവാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കളയൊക്കെ ഉണ്ട്, പറിച്ച് കളയണം. പിന്നെ ഇതാ ഇവിടെ മൊത്തം ചോളമാണ്. ഇതാണ്, ഇതൊക്കെ ചോളത്തിൻ്റെയാണ്. ഈ ഒരു പടവലം നന്നായി വരുന്നുണ്ട്. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇടണം. പിന്നെ ഇതിൻ്റെ താഴെയും ഇതാണ്ട, ഇപ്പം തുടങ്ങിയതാണിത്. കുറച്ച് ചോളം, അതുപോലെ തന്നെ തണ്ണിമത്തൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. ഇനി ഇവിടെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ആക്കണം. സോ ഇതാണ് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ അപ്ഡേറ്റ്, ഇന്നത്തെ അപ്ഡേറ്റ്. ഈ പന്തലൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്.